ദൈവത്തിന് സ്തുതി. കർത്താവിലേറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള ദൈവജനമേ, നമുക്കെല്ലാവർക്കും കൂടി നമ്മുടെ 66ാമത് കൺവെൻഷൻ്റെ 4ാം രാത്രിയോഗത്തിൽ സന്തോഷത്തോടും ആരോഗ്യത്തോടും കൂടി സംബന്ധിക്കുവാൻ ദൈവം കരുണ കാണിക്കുന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സമയം കൃത്യമായി പാലിച്ചെങ്കിൽ മാത്രമേ കുറേ ആളുകൾക്ക് ബസ് ലഭ്യമായി അവർക്ക് മടങ്ങി പോകുന്നതിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അതനുസരിച്ചാണ് നമ്മുടെ ഇന്നലെ മുതലുള്ള സമയം റീഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അതെല്ലാവരും കൃത്യമായിട്ട് പാലിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ക്രമീകൃതമായ എല്ലാ കാര്യങ്ങളും നിർവഹിക്കാൻ കഴിയുകയുള്ളൂ. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ അതിനു മുമ്പ് സൂചിപ്പിച്ചതുപോലെ കുറേ ഏറെ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികൾ ഇവിടെ പറയുന്ന പ്രസംഗങ്ങൾ അവർ എഴുതുകയും അതിൻ്റെ ചുമതലയുള്ള സ്കറിയ തോമസ് അച്ഛനെ ഇന്നലെ കാണിക്കുകയും ചെയ്തു. കൂടുതൽ ആളുകളും ഡയറിയിൽ എഴുതിയിരിക്കുന്നത് കൊണ്ട് അത് എഴുതി കൊടുക്കുന്നതിന് സാധിച്ചില്ല. എൻ്റെ വിചാരം ഇന്ന് ഓൺലൈനിൽ ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന സ്റ്റുഡൻസിനും നമ്മൾ കാണുന്നില്ലെങ്കിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംബന്ധിക്കുന്നവർക്കും അവർക്ക് ഈ ഓൺലൈനിലൂടെ ഇത് കേട്ട് വാട്സാപ്പിലൂടെയോ ഇമെയിലിലൂടെയോ അതിവിടെ ലഭ്യമാക്കിയാൽ അതെല്ലാം ഇവിടെ നോക്കുന്നതും അതെല്ലാം ചുമതലപ്പെട്ട ആളുകൾ എക്സാമിൻ ചെയ്ത് നല്ല മെച്ചമായിട്ട് എഴുതിയതിന് പ്രോത്സാഹനം നൽകുന്നതുമായിരിക്കുമെന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ ആ കാര്യത്തിൽ കുട്ടികളെ കുറച്ചുകൂടി ശ്രദ്ധ വെച്ച് താല്പര്യപ്പെടുത്തണം എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വാക്യം നമുക്കറിയാവുന്നത് ഒന്നുകൂടെ പഠിക്കുക, സംസാരിക്കുക, മനസ്സിലേക്ക് കൊണ്ടുവരിക, അതുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനം കൈക്കൊള്ളുക. അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞത് നമ്മുടെ വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കും. അതുകൊണ്ട് ഇന്നലെ നമ്മൾ തീരുമാനിച്ചു പോയത്, നമ്മുടെ ആദ്യത്തെ തീരുമാനം അടുത്ത കൺവെൻഷൻ വരെ ഒരു വർഷം എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പറയേണ്ടുന്ന വാക്കുകളിലൊന്നാണ്, ദൈവമേ, എൻ്റെ വാക്കുകൾ ഇന്ന് കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. അരുതാത്തതൊന്നും പറയുവാൻ ഇടയാകരുത്. അതിന് നിൻ്റെ മാലാഖമാരുടെ കാവൽ, ഞങ്ങളുടെ ഈ വിശുദ്ധമായ അധരത്തിന് കാവൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ചേച്ചു വന്ന സ്ത്രീജനങ്ങൾ ഈ ഭാഗത്തിരിക്കുന്നവർക്കൊന്ന് കൈപൊക്കാം. ഇന്നലെ തീരുമാനിച്ച തീരുമാനം ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചവർക്ക് ഒന്ന് കൈപൊക്കാം. ആ മുമ്പിലിരിക്കുന്ന 3 പേര് മുഴുവൻ സ്ത്രീകളും ഇങ്ങനെ ഇവിടെ പറയുന്ന കാര്യങ്ങൾ പ്രായോഗികമാക്കുവാൻ പരിശ്രമിക്കണം. അതർവൈസ് ദർ ഇസ് നോ യൂസ്. പുരുഷന്മാരിങ്ങനെ പ്രാർത്ഥിച്ചേച്ച് വന്നവർക്കൊന്ന് കൈപൊക്കാം. ഏതായാലും ഒരു 4 പേരുണ്ട്. മുഴുവൻ പുരുഷന്മാരും നമ്മുടെ ഒരു ഞാൻ പറയുന്നതിൻ്റെ നല്ല അർത്ഥം എടുക്കാവൂ. ഇതൊന്നും പ്രാർത്ഥിക്കാതെ ഞങ്ങൾക്ക് നല്ലവരായി ജീവിക്കാം, ഇതിനൊക്കെ അതീതരാണ് എന്നുള്ള ചിന്ത ആർക്കും പാടില്ല. ഇപ്പോഴത്തെ ഏറ്റവും നമുക്കിഷ്ടമുള്ള മനുഷ്യരിലൊരാളാണ് മഹാനായ പോപ്പ് തിരുമേനി. എത്രയോ വിനയാന്വിതനായിട്ടാണ് അദ്ദേഹം പറയുന്നത്, ദൈവത്തിൻ്റെ കൃപ ഓരോ ദിവസവും എനിക്ക് നൽകണമേ എൻ്റെ ശുശ്രൂഷകൾ നിർവഹിക്കുവാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. യോഗ പ്രാക്ടീസ് ചെയ്യുന്നവർ ഇതിനകത്ത് കാണും. ആഴ്ചയിൽ ഒരിക്കലോ ആണ്ടിലൊരിക്കലോ അല്ല, എവറി ഡേ, ഇൻവേരിയബിളി എവറി ഡേ വി ആർ പ്രാക്ടീസിങ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചില പരിശീലനം നമുക്ക് നിശ്ചയമായിട്ടും ഉണ്ടായേ മതിയാകുകയുള്ളൂ. ആ മുമ്പിലിരിക്കുന്ന ആളൊക്കെ എഴുതിയെങ്കിലും കൈ പൊക്കിയില്ല, ഒന്നാമതിരിക്കുന്ന ആൾ. നാളെ കൈ പൊക്കത്തക്കവണ്ണം എല്ലാവരും ചെയ്യണം, മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് സമയം വളരെ വൈകുന്നത് കൊണ്ട് ഞാൻ ഹോംവർക്കിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇന്ന് നമ്മൾ ഏറ്റവും നമുക്ക് ഇഷ്ടമുള്ളതും നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഒരുപക്ഷെ പല പ്രാവശ്യം അടിവര ഇട്ടിരിക്കുന്നതുമായ വാക്യങ്ങളിൽ ഒന്ന് നമുക്ക് നോക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 12-ാം വാക്യമാണ്. അത് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. നിങ്ങൾ അതിനുശേഷം നമ്മുടെ മനസ്സുകൊണ്ട് ശബ്ദം ഉയർത്തി എൻ്റെ പിന്നാലെ റിപ്പീറ്റ് ചെയ്യണം. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും
പ്രവാചകന്മാരും ഇത് തന്നെ. എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ശബ്ദം ഉയർത്തി, പുരുഷന്മാർ ശബ്ദം ഉയർത്തി സംസാരിക്കാൻ പാടില്ലാത്തവരല്ല, നിങ്ങളും ശബ്ദം ഉയർത്തി ഈ വാക്യം എൻ്റെ പിന്നാലെ പറഞ്ഞു. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നതൊക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവീൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഏറ്റവും ലളിതമായ ഒരു വാക്കാണ് ഇത്. യേശു തമ്പുരാൻ തിരുവായി മൊഴിഞ്ഞ് നമ്മളെ പഠിപ്പിച്ചതാണ്. എന്ന് പറഞ്ഞാൽ അതിന് ഇറ്റ് ഈസ് മാൻഡേറ്ററി. അതിന് യേശു ക്രിസ്തുവിൻ്റെ നിർദ്ദേശമാണ്. നമ്മൾ എല്ലാവരും ഓർക്കുക, നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് ഒരു പ്രാക്ടീസാണ്. ഈ മുമ്പിലിരിക്കുന്ന 2 വികാരി ജനറൽ അച്ഛന്മാരും എൻ്റെ കൂടെ പഠിച്ചവരാണ്, അല്ലെങ്കിൽ അവരുടെ കൂടെ ഞാൻ പഠിച്ചതാണ്. സമൃദ്ധരാണ് 2 പേര്. അതിബുദ്ധിമാനാണ് ഇന്നിപ്പം പുതുതായിട്ട് വന്നിരിക്കുന്ന ഈശോ മാത്യച്ചൻ. മനസ്സിലായി? അദ്ദേഹം എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് വിചാരിക്കുകയല്ല, എനിക്കങ്ങനെ ചില ദുഷ്ടചിന്തയുണ്ട്. അങ്ങനെയാണെങ്കിൽ യേശു പറഞ്ഞത്, അദ്ദേഹത്തെ കാണുമ്പോൾ ഞാൻ എഴുന്നേൽക്കണം. ഈ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു പൾമിനോളജിസ്റ്റ് ഉണ്ട്, ഡോക്ടർ ലൂക്ക്. അദ്ദേഹം ഈ വിഷയത്തിൽ വലിയ പ്രാവീണ്യമുള്ള എല്ലാവരും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു അപ്പോയിൻമെൻറ്റിന് അന്വേഷിച്ചോ 3 മാസം കഴിഞ്ഞ് അദ്ദേഹത്തെ കാണാൻ ഒക്കുമോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയായിട്ട് എല്ലാ പേഷ്യൻസും കണ്ടവർ പറയുന്നൊരു കാര്യം, ഏത് സാധാരണക്കാരനായ രോഗി വന്നാലും അദ്ദേഹം തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നാണ് ആ പേഷ്യൻറ്റിനെ സ്വീകരിക്കുന്നത്. ഒരു ബിഷപ്പായ ഞാൻ, പ്രായമുള്ളവർ വന്നാലും ഇരിക്കുന്ന ഇടത്തിരിക്കും. എന്നിട്ട് ഞാൻ അവരുടെ മുറിയിൽ ചെല്ലുമ്പോൾ അവരെഴുന്നേൽക്കണമെന്ന് ആഗ്രഹിച്ചാൽ അവരുടെ മര്യാദ കൊണ്ട് അവർ എഴുന്നേൽക്കുമായിരിക്കും. പക്ഷേ അത് ദൈവം സ്വീകരിക്കുന്ന കാര്യമല്ല. മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്താൽ, ദൈവജനമേ, അത് നമുക്ക് വലിയ നന്മയുണ്ടാകും. അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട കാര്യമില്ല. എല്ലാവരും എന്നെ ബഹുമാനിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ അച്ഛന്മാരെന്നെ ബഹുമാനിക്കണം. എം ഷാമേലച്ഛനൊക്കെ എന്നേക്കാൾ സീനിയറായിട്ട് പഠിച്ച്, അതിനെ തൊട്ടടുത്ത് പഠിച്ചതാണ് അലക്സാണ്ടർ തോമസ്. അവരെന്നെ ബഹുമാനിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചാൽ ഈ വാക്കിൻ്റെ അർത്ഥം ലളിതമാണ്, ഞാൻ അവരെയും ബഹുമാനിക്കണം. മനസ്സിലായി? ഇതൊരു ന്യായമായ കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ വിശദാംശമില്ല. അതുകൊണ്ട് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നമ്മൾ എഴുതണം. മറ്റുള്ളവർ പറയാൻ ആഗ്രഹിക്കുന്നത് മാത്രമല്ല, നമ്മളുടെ മരണസമയത്ത് ഒരു 110 വയസ്സ് വരെ വെക്കാം. അത്രയും പോരാ ഇല്ലേ? അതിനും ഇനി ഒരു ആർത്തിയുണ്ടോ? മതി 110 വയസ്സ്. 110 എന്ന് പറയാൻ ക്രിസോസ്റ്റം തിരുമേനി 104 വയസ്സ് വരെ വഹിച്ചു, ഒരു 6 വയസ്സുകൂടെ അധികം. അല്ലെങ്കിൽ 90 വല്ലതും പറഞ്ഞാൽ ഇപ്പം തന്നെ ചിലർ മയങ്ങി വീഴും. അതുകൊണ്ട് ഒരു 110 വയസ്സ്. 110 വയസ്സിൽ നമ്മൾ മരിക്കുമ്പോൾ നമ്മുടെ മൃതശരീരം ആ പള്ളിയിലിരിക്കുമ്പോൾ ആ പള്ളിക്കാർ നമ്മളെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ഉദാഹരണത്തിന് ഇവിടെ ഇരിക്കുന്ന നല്ല ആശയത്തിലെടുത്താൽ മതി. അതായത് ഈ കടന്നുപോയ നമ്മുടെ ഈ അപ്പച്ചൻ അല്ലെങ്കിൽ ഈ സഹോദരൻ നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് കേൾക്കാനാണോ? ദൈവമേ സ്തോത്രം, ഏടാകൂടം കടന്നുപോയല്ലോ എന്ന് കേൾക്കാനാണോ നമുക്കിഷ്ടം? എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് രക്ഷിക്കുന്നേ. ഏതാ ഇഷ്ടം? ഇവിടെ ഇരിക്കുന്ന പുരുഷന്മാർ ഏത് കേൾക്കാനാണ് ഇഷ്ടം? ആണ്. ഒറ്റ ലളിതമായ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ചരമപ്രസംഗം ഇന്ന് നിങ്ങൾ എഴുതണം. അച്ഛന്മാരുൾപ്പെടെ, വികാരി ജനറൽ അച്ഛന്മാരുൾപ്പെടെ, ഞാൻ ഉൾപ്പെടെ, മനസ്സിലായ എല്ലാവരും നിങ്ങളുടെ ചരമപ്രസംഗം എഴുതണം. നിങ്ങളെക്കുറിച്ച് ആ പള്ളിയിൽ എന്ത് കേൾക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് നിങ്ങൾ എഴുതണം. കേൾക്കാമോ ഈ പറയുന്നത്? ഇവിടെ ഇരിക്കുന്നവർ, കൊയറുകാർ എഴുതണം. എല്ലാവരും എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ വേദപുസ്തകം വായിച്ചതിന് ശേഷം 2 ദിവസത്തെ തീരുമാനമുണ്ടല്ലോ, അതിൻ്റെ 3ാമതായിട്ട് നിങ്ങളുടെ ചരമപ്രസംഗം അങ്ങനെ വായിക്കണം. ദൈവമേ എല്ലാവരും എന്നെ സ്നേഹിക്കണം. ഉടനെ നിങ്ങൾ പറയണം, ദൈവമേ ഇന്ന് എല്ലാവരെയും സ്നേഹിക്കാൻ, എൻ്റെ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ, എനിക്കിഷ്ടമില്ലാതെ എന്നോട് സംസാരിക്കുന്നവനോട് സന്തോഷത്തിലും സ്നേഹത്തിലും സംസാരിക്കുവാൻ എന്നെ സഹായിക്കണമേ. നിങ്ങളുടെ ചരമപ്രസംഗമാണ് നിങ്ങളുടെ രക്ഷയുടെ അടിസ്ഥാനം. ഈ പല പള്ളിയിലെ സെക്രട്ടറിമാരും നരകത്തിൽ പോകാനുള്ള സാധ്യത ഏറും. ഇല്ലാത്ത അസത്യങ്ങൾ ഈ മരിച്ചു കിടക്കുന്നവനെക്കുറിച്ച് പറയുകയും
കള്ളം തുടരെ പറഞ്ഞു എന്നുള്ള കാരണത്താൽ നല്ലവനായ സെക്രട്ടറി നരകത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് പള്ളിയിൽ സെക്രട്ടറി ആകുന്നവർ ഒന്ന് സൂക്ഷിച്ചേച്ചാൽ കൊള്ളാം. അതൊരു നല്ല പോസ്റ്റാണെങ്കിലും നരകത്തിന് ഉള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതെല്ലാം നിസ്സാരമായി കാണുന്ന വളരെ പ്രധാനമായി കണ്ടോണം. ഇതൊന്ന് നിസ്സാരമായി തിരുമേനി ഏതാണ്ട് പറഞ്ഞിട്ട് പോയി ചരമപ്രസംഗം അയാളുടെ എഴുതട്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ, ഞാൻ നിങ്ങളെ ഇന്നലെ പറഞ്ഞു വേറെ ഒരുത്തൻ കൊങ്ങാക്കി പിടിച്ചിട്ടുണ്ട്, അവൻ്റെ പേരെന്നായിരുന്നു എന്നാ പറഞ്ഞേ. നിങ്ങൾ അവിടെ എന്തിനിരിക്കുക? ഇത് സാത്താൻ. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് നിങ്ങൾക്ക് സ്വയം ഒരു സംതൃപ്തി തോന്നുന്നു, എൻ്റെ ചരമപ്രസംഗം എഴുതുന്നത് നല്ലതാണ്, അത് നമ്മളുടെ വികാരി ജനറൽ KY ജയിക്കപ്പച്ചനെ ഏൽപ്പിക്കണം. ഏറ്റവും നല്ല ചരമപ്രസംഗത്തിന് കൺവെൻഷൻ്റെ അവസാനത്തെ ദിവസത്തിൽ ഞാൻ വ്യക്തിപരമായി ഒരു പ്രൈസ് കൊടുക്കുന്നതാണ്. മനസ്സിലായോ? ഇല്ലാത്തത് എഴുതരുത്, ചെയ്യാവുന്നത് എഴുതാവൂ. ആദ്യം നമുക്ക് അടുത്ത ആണ്ടിൽ അത് റിന്യൂ ചെയ്യാം, നമ്മുടെ ചരമപ്രസംഗം. അതുകൊണ്ട് മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യണം. കിട്ടണം എന്നുള്ള പ്രാർത്ഥന അവസാനിപ്പിച്ച് നൽകുന്ന പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടതായി ചെയ്യും. നീ അവിടെ ഇരിക്കുന്നവർ നമുക്കൊന്ന് ശ്രമിച്ച് നോക്കരുതോ? ആ ബ്ലൂ ഷർട്ടുകാരൻ ഒന്ന് ശ്രമിച്ച് നോക്കരുതോ? എന്താ അനക്കമില്ലാത്ത? ശ്രമിക്കരുതോ? ഇവിടെ ഇരിക്കുന്ന സ്ത്രീകൾ ഒന്ന് ശ്രമിക്കരുതോ? നമ്മുടെ അമ്മച്ചി അതിനോട് യോജിക്കുന്നു. ഞാൻ ഇന്നലെ മാലാഖയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഇല്ലേ? ഒന്ന് നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാം. അമ്മച്ചിയുടെ മകളോ മരുമകളോ അമ്മച്ചി പറയുന്നൊന്ന് എഴുതി തരാൻ പറയണം. മനസ്സിലായോ? മരുമക്കളെ സൂക്ഷിച്ചോണം. അതിന് നമ്മൾ പറയുന്നത് തന്നെയാണോ എഴുതുന്നതെന്നൊന്ന് സൂക്ഷിക്കുകയും ചെയ്തോണം. അല്ല, നല്ല മരുമക്കളുള്ള, നല്ല അമ്മമാരുള്ള, നല്ല അമ്മമാരുള്ള ഈ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ ദൈവജനത്തെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ പാട്ടുപാടി സ്തോത്ര കാഴ്ച സ്വീകരിക്കും. അതിനുശേഷം പാഠവായന. നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ബഹുമാനപ്പെട്ട വർഗീസ് അച്ഛന് ഇന്ന് നമ്മുടെ കൂടെ സംബന്ധിക്കുന്നു. അച്ഛനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നതേ ഉള്ളൂ. അച്ഛൻ ഇവിടെ പ്രസംഗിച്ചിട്ടുള്ള ആളാണ്, നിങ്ങൾക്ക് പരിചയമുണ്ട്. എങ്കിലും അച്ഛൻ്റെ പ്രസംഗങ്ങൾ ഞാൻ യൂട്യൂബിലൂടെ ഈ കൺവെൻഷനിൽ തന്നെ കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനെ പരിചയപ്പെടാനിടയായത് ഒരു സന്തോഷം. അച്ഛൻ വന്നതിലുള്ള സന്തോഷം അറിയിക്കുകയും ഇതിനെ തുടർന്ന് സ്തോത്ര കാഴ്ചയും പാഠവായനയ്ക്കും തുടർന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ വർഗീസ് അച്ഛൻ നമ്മളോട് തിരുവചനത്തിൽ നിന്ന് സംസാരിക്കുകയും ചെയ്യുന്നതാണ്.